എല്ലാ വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നത് പുള്ളി ഇനി മരിച്ചോ എന്ന് എനിക്കറിയത്തില്ല, അതോ മരിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ളതാണോ എന്ന് എനിക്ക് സത്യം പറഞ്ഞില്ല. മരിച്ചോന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അവർ ബാക്കപ്പ് ചെയ്യുന്ന യൂസ് ആണ്. മരിച്ചു എന്നാണെങ്കിൽ ഇസ്രായേൽ സത്യം പറഞ്ഞാൽ അതൊരു സിമ്പത്തറ്റിക് ആയിട്ട് വർക്കൗട്ട് ചെയ്തെടുത്താൽ പോരെ. അയ്യോ ഞങ്ങളുടെ നെതന്യാഹു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് പറഞ്ഞ് ഒന്നും കാണത്തില്ല, കവർ ചെയ്തിരിക്കുന്നത്. പെട്ടെന്നൊരു ഫ്രെയിമിൽ ഒരു വെള്ള സാധനം ഇവിടെ ഇങ്ങനെ തെളിഞ്ഞു വരും. പുള്ളി എന്തായാലും മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പുള്ളി എവിടെ ഒളിച്ചിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളി ജെഫ്രി എപ്സ്റ്റീൻ എല്ലാവരും എപ്സ്റ്റീൻ ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എപ്പിസോഡ് നമ്പർ 11 ഇന്ന്. എൻ്റെ ഞാൻ പറഞ്ഞു വെച്ച് ലാസ്റ്റ് എപ്പിസോഡ് നമ്പർ 11 പക്ഷേ ഇതാണ് ഒഫീഷ്യലി എപ്പിസോഡ് നമ്പർ 11 ആൻഡ് ലൈവ് നമ്പർ 3. ബെൻസ്ബയുടെ ഫാൻ ഫേവറേറ്റ് ഗോപു ലെവൽ നെതന്യാഹു മരിച്ചു. ഞാൻ ജീസസിന്റെ മാത്രമേ ഫാനുള്ളൂ. പുള്ളി നോ ലോങ്ങർ ഈ ഭൂമിയിലുള്ളൂ. കാര്യം പുള്ളിയുടെ ഒരു വീഡിയോ ഇപ്പം നമ്മുടെ ഈ വാർ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രസ് കോൺഫറൻസ് വന്നായിരുന്നു. അപ്പോൾ അതിൽ പുള്ളിക്ക് സംസാരത്തിനിടയ്ക്ക് പുള്ളിക്ക് ഒരു കയ്യിൽ 6 വിരലുണ്ടായിരുന്നു. അപ്പോൾ അത് 6 വിരൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഒരു പർട്ടിക്കുലർ അത് കഴിഞ്ഞിട്ട് പുള്ളി അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഒരു ചായക്കടയിൽ പോയി, കോഫി ഷോപ്പിൽ പോയിട്ട് കോഫി കുടിക്കുന്ന വീഡിയോ വന്നു. അപ്പോൾ കോഫി കുടിക്കുന്ന വീഡിയോ ജനറേറ്റഡ് ആകുന്ന ഒരു സംഭവം വന്നു. അതിന് പിന്നെ പുള്ളി ഡബിൾ ഡൗൺ ചെയ്യാൻ വേണ്ടി പുള്ളി വീണ്ടും അത് വേറെ സ്ഥലത്ത് പോയിട്ട് ഒരു വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞിട്ട് പുള്ളി സാധാരണ പോസ്റ്റ് ചെയ്യുന്നതിനെക്കാളും ഹൈ ഫ്രീക്വൻസിയിൽ പുള്ളി സ്വയം കാണിച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെയാണ്, ഞാനിപ്പോൾ പുതിയ ആളെ കണ്ടു, സംഭവങ്ങളൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് സംഭവം നടക്കുന്നുണ്ട്. പുള്ളി മരിച്ചുപോയി, പുള്ളി അല്ല AI ഉപയോഗിച്ചാണ് സംഭവം ചെയ്യുന്നതെന്നൊക്കെ ഒരു കോൺസ്പിറസി ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് ബെസ്റ്റ് ഫ്രണ്ട് ഷാനോടെ അടുത്ത് ഇത് ഇങ്ങനൊരു സംശയം വരാൻ തന്നെ കാരണം സത്യം പറഞ്ഞാൽ പുള്ളിയാണെങ്കിൽ ദിവസവും പോസ്റ്റ് ഇട്ടുന്ന ആളാണ്. ട്വിറ്ററിലൊക്കെ എക്സിലൊക്കെ ദിവസവും ആൾ പോസ്റ്റ് ചെയ്യുമായിരുന്നു വീഡിയോ ഒക്കെ. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ആൾ പോസ്റ്റിങ്ങും ഇല്ല. പിന്നെ അവരുടെ മീറ്റിങ്ങിലൊന്നും പുള്ളി പോകുന്നില്ല. രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ എന്നിട്ട് അവിടുത്തെ മീറ്റിങ്ങിലൊന്നും പുള്ളി പോയില്ലെങ്കിൽ ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് സംശയം തോന്നും. അങ്ങനെ സംശയം വന്നു തുടങ്ങിയപ്പോഴാണ് പുള്ളി ആദ്യത്തെ വീഡിയോ ഇറക്കുന്നത്. ആദ്യത്തെ വീഡിയോ ഇറങ്ങിയപ്പോഴല്ലേ പുള്ളിക്ക് ഡൗട്ട് വന്ന ആൾക്കാർക്ക്. അത് ആ പ്രസ് ഓക്കെ ആ കോൺഫറൻസിൽ 6 വിരൽ വരുന്നു. അവിടെയാണ് ആൾക്കാർക്ക് ഡൗട്ട് തോന്നുന്നത് കൈ വെക്കുമ്പോൾ. അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും തോന്നിയില്ല. പിന്നെ ആൾക്കാർ പറഞ്ഞപ്പോഴാണ് 6 വിരൽ പോലൊക്കെ തോന്നി. പക്ഷേ എനിക്ക് രണ്ടാമത്തെ വീഡിയോ കോഫി ഷോപ്പിലെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി അത് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. പക്ഷേ പുള്ളി മരിച്ചോ ജീവിച്ചിരിപ്പോണ്ടെന്നറിയില്ല. കോഫി ഷോപ്പിൽ ആ വീഡിയോ കണ്ടായിരുന്നോ? ആ ചായ ഒരു തുളുമ്പി പൊങ്ങി നിൽക്കുക, അല്ലെങ്കിൽ ആ ബ്രിമിന്റെ മുകളിൽ നിൽക്കുക. അതാൾ എടുത്തിട്ട് ഇങ്ങനെ ആട്ടിയാടിയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് അതൊരു തുള്ളി പോയിട്ട് തുളുമ്പൊന്നുമില്ല, ഒന്നുമില്ല. പിന്നെ പുള്ളി ഒരു സിപ്പ് എടുത്തിട്ട് തിരിച്ചു വെക്കുമ്പോഴും അത്രയും തന്നെ ഉണ്ട്, അത് അവിടെ തന്നെ ഉണ്ട്. പിന്നെ ആ വീഡിയോ തന്നെ വേറെ കുറെ പേര് റീക്രിയേറ്റ് ചെയ്തു. മറ്റേ ഇറാന്റെ കമ്പനിയൊക്കെ വന്നിട്ട് ചെയ്ത സെയിം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തോലില്ല. കണ്ടു കഴിഞ്ഞാൽ പുള്ളി ശരിക്കുള്ള വീഡിയോ എന്ന് തോന്നും. സോ അപ്പോൾ ആ വീഡിയോ ആർക്കും ഉണ്ടോ ഇപ്പോഴത്തെ കാലത്തെ വിദ്യകൾ വെച്ചിട്ട് അത് ആർക്കെങ്കിലും ചെയ്യാം. അപ്പോൾ പക്ഷേ പുള്ളി എനിക്ക് തോന്നുന്നില്ല പിടിക്കപ്പെടുമെന്ന് ചെയ്തായിരിക്കത്തില്ല. പക്ഷേ പിടിക്കപ്പെട്ടു, ഉറപ്പായിട്ടും പിടിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പുള്ളിയാണെങ്കിൽ ഒരു വീഡിയോ കൂടെ ഇറക്കി. അതിനകത്ത് വീണ്ടും ആൾക്കാർ എന്തൊക്കെയോ പ്രശ്നം കണ്ടുപിടിച്ചു. പിന്നെ 4ാമത് വീണ്ടും ഒരു വീഡിയോ ഇറക്കി. അതിനകത്ത് എന്തൊക്കെയോ കൈയുടെ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് കൈയുടെ സ്ലീവൊക്കെ ഇറങ്ങി ചാടി വരുത്തു. അങ്ങനെ കുറേ എല്ലാ വീഡിയോ എന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളി ഇനി ആക്ച്വലി മരിച്ചോ എന്ന് എനിക്കറിയത്തില്ല, അതോ മരിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ളതാണോ എന്ന് എനിക്ക് സത്യം പറഞ്ഞിട്ടില്ല. കാരണം പുള്ളി ജീവിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി മിക്കവാറും ഈ യുദ്ധം കഴിയുമ്പോൾ പുള്ളി ജയിലിൽ പോകും മോസ്റ്റ് പ്രോബ്ലി. ചിലപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പുള്ളി മരിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള വിദ്യയാണോ അതോ ആക്ച്വലി മരിച്ചോ ഒന്നും എനിക്കറിയത്തില്ല. ബട്ട് അതെന്തായാലും വീഡിയോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഓക്കെ, എനിക്കിതിൽ വേറൊരു ആംഗിൾ തോന്നുന്നു. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇറാനെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ആരാ? ഇസ്രായേലാണ്. US കൂടിയുണ്ട്, ബട്ട് തന്നെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്ന ഇസ്രായേൽ. ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ട്രംപ് പറഞ്ഞു ഞാൻ പറയാതെ ഇസ്രായേലിൽ അറ്റാക്ക് ചെയ്യുന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഇറാൻ്റെ നമ്പർ 1 ശത്രു ഇപ്പോൾ ഇസ്രായേലാണ്. അതിന് ഇസ്രായേൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെതന്യാഹു. അപ്പോൾ ഏറ്റവും വലിയ ടാർഗറ്റ് നെതന്യാഹുവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ ചിലപ്പോൾ പാർട്ട് ഓഫ് ഇറ്റ് പുള്ളിയുടെ ഒളിച്ചുകളി ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുള്ളി വീഡിയോ കോഫി ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞ് പുള്ളി ഇടുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ പുള്ളി ഇസ്രായേലിലുണ്ട്. ചിലപ്പോൾ പുള്ളി ഇസ്രായേലിൽ കാണത്തില്ല, ചിലപ്പോൾ പുള്ളി വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ പുള്ളി പാർട്ട് ഓഫ് ഇത് ഞാൻ ഇവിടെയാണ് എന്ന് പറയാനായിട്ട് അപ്പോൾ എനിമി ചിലപ്പോൾ അവിടെ സ്ട്രൈക്ക് ചെയ്യാൻ നോക്കും. പക്ഷേ ഇത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ആണല്ലോ എന്ന്. അവർ അവിടെ സ്ട്രൈക്ക് പോലും ചെയ്യത്തില്ല. അപ്പോൾ പക്ഷേ പാർട്ട് ഓഫ് ഇത് എനിക്ക് തോന്നുന്ന പുള്ളി വേറെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ US എവിടെയെങ്കിലും ഉണ്ടാവും. ബട്ട് ദെൻ പുള്ളി ഞാൻ ഈ സംഭവമൊക്കെ ഞാനാണ് ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ ചിലപ്പോൾ ലൈവ് സ്ട്രീം ആയിരിക്കും 6 വിരൽ കയറി വന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഗ്ലിച്ച് കയറി വന്നതായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളി വേറെ ഏതെങ്കിലും ലോകത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് അവിടെ ലൈവ് സ്ട്രീം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇറാൻ നോക്കുന്നു, അവിടെയാണ്. കാര്യം എന്തായാലും പുള്ളിനെ കൊല്ലാനായിട്ട്, കാര്യം ഈ വാറിന് ഒരു വലിയ പോസ്റ്റ് ഉണ്ടെങ്കിൽ നെതന്യാഹു മരിക്കണം. കാര്യം അവർ അറ്റാക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ മിലിറ്ററിയുടെ കമാൻഡർ ഇൻ ചീഫ് പുള്ളിയാണ്. അപ്പോൾ പുള്ളിനെയാണ് ഏറ്റവും വലിയ ടാർഗറ്റ്. അപ്പോൾ പുള്ളി ഞാനിവിടെ അല്ല, കാരണം US എന്തായാലും എത്തത്തില്ല. കാര്യം ഒബ്വിയസ്ലി US
യുഎസിനെ അഗൈൻ ലോകത്തിലെ നമ്പർ 1 പവറാണ്. അപ്പോൾ യുഎസിലേക്ക് കടന്ന് എത്തണമെങ്കിൽ ഇച്ചിരി പാടാണ്. പിന്നെ അതിനിടയ്ക്ക് ഓഷ്യനും സംഭവം ഉണ്ട്. ബട്ട് ദെൻ തൊട്ടപ്പുറത്ത് കിടക്കുന്ന സ്ഥലമാണ് ഇസ്രായേൽ. ഇസ്രായേലിന് അത്രയും വലിയ പവറല്ല യുഎസിനെ പോലെ. ഓൾദോ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യുഎസിൻ്റെ എല്ലാ പവറുകളും അവിടെ ഉണ്ട്. പക്ഷേ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പാർട്ട് ഓഫ് ഇത് പുള്ളി ഭൂമിയുടെ ഏതെങ്കിലും വേറെ സൈഡിൽ ഇരുന്നിട്ട് പുള്ളി ലൈവ് സ്ട്രീമും സംഭവം ചെയ്യുമ്പോൾ വരുന്ന ഗ്ലിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഈ വീഡിയോ സംഭവം മരിച്ചോന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അവർ ബാക്കപ്പ് ചെയ്യുന്ന US ആണ്. അപ്പോൾ US ഉള്ളപ്പോൾ US-ന്റെ എല്ലാ സംഭവങ്ങളും അവിടെ പോയിട്ട് അതിന് കാവൽ നിൽക്കുമ്പോഴത്തേനും അതിന് ഫ്രണ്ടിൽ അങ്ങനെ എടുക്കാൻ ടാർഗറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ടാക്ടിക് സംഭവം ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇന്ന് പുള്ളി പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവാൻ ഞങ്ങൾ വാർ നിർത്തി, അപ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾ നോക്കിയോ, ഓയിലിൻ്റെ സംഭവങ്ങൾ നിങ്ങൾക്ക് ഓയിൽ ആവശ്യമുള്ള രാജ്യങ്ങൾ നോക്കണം പറഞ്ഞിട്ട് ട്രംപ് അവിടെ ഇറങ്ങുന്നുണ്ട്. ബട്ട് ദെൻ US-ന്ന് കുറച്ച് ആർമി ഓൾറെഡി അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ടെന്ന് ന്യൂസ് ഓൾറെഡി വന്നു. അവർ വേറെ സൈഡിൽ നിന്ന് കറങ്ങി തിരിഞ്ഞ് വരുന്നുണ്ട്. ഇതൊക്കെ ഇനി എന്താ ടാക്ടിക് എന്ന് അറിയത്തില്ല US-ൻ്റെ. അവർ എത്ര ദിവസങ്ങളെടുക്കും ഇവിടെ എത്താനായിട്ട്. പക്ഷേ ട്രംപ് ഇന്നലെ ട്വീറ്റ് ചെയ്തു, ഓക്കെ ഞങ്ങൾ പോവാട്ടോ, ടാറ്റ ബൈ ബൈ. അപ്പോൾ ഓക്കെ ബൈ ബൈ. ഇത് തന്നെ പുള്ളി മറ്റേടത്തും കാണിച്ചത്. പുള്ളി ആദ്യം പറഞ്ഞ് ഞാൻ വക വരുത്താൻ പോയി ഇറാനെ. അപ്പോൾ പുള്ളി അല്ല പുള്ളിനോ ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞായിരുന്നു അവിടെ ഇപ്പോൾ പ്രശ്നമൊന്നും നടക്കുന്നില്ല, ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവർ നിർത്തി. ഇവൻ സ്ട്രൈക്ക് ചെയ്ത സമയത്ത് എനിക്ക് വന്ന ഒരു ഡയറക്ഷനിൽ ഒരു ഫൈറ്റർ ജെറ്റ് പോയി. അപ്പോൾ അവരോടത്ത് അവിടെ നിന്ന് അറ്റാക്ക് വരുമെന്ന്, പാരലായിട്ടൊരു അറ്റാക്ക് വന്ന് ബോംബിട്ട് ടോപ്പ് 49 പേരെ ഒരു സ്ട്രൈക്കിൽ തന്നു. അവിടെ വെച്ച് വാർ തീരുന്നത് എത്ര രസമായിരുന്നു. പുള്ളിക്ക് പറഞ്ഞുകൊണ്ട് കിടക്കായിരുന്നു ഞാനിത് ചെയ്തു. പക്ഷെ അവിടെ തീർന്നില്ല. കാര്യം ഒബിയസ്ലി ഇറാൻ ബാക്കി 49 പേര് മരിച്ചെങ്കിലും ബാക്കി ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു സ്ട്രൈക്ക് അടിപൊളി പ്ലാൻഡ് ആയിരുന്നു. ഇസ്രായേലിൻ്റെ മൊസാദൊക്കെ എന്തിനാണ് ഇത്രയും ഈ പേരെടുത്ത് നിൽക്കുന്നതെന്ന് അതിൽ നിന്ന് മനസ്സിലാകും. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രൈക്കിൽ ടോപ്പ് 49 പേര്. അന്ന് നമ്മളെ രാത്രി നമ്മൾ ലൈവ് കഴിഞ്ഞപ്പോൾ വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു സ്ട്രൈക്കിൽ മരിച്ചത് ടോപ്പ് 49 പേരെ ഒരു സ്ട്രൈക്കിൽ ഒരു സ്ഥലത്ത് ഇട്ട് കൊന്നു. അതിന് ആ ഒരു സ്ട്രൈക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടി ആ ഒരു എൻറ്റയർ കൺട്രിയുടെ ഫുൾ CCTV ക്യാമറ എല്ലാ സംഭവങ്ങളും എല്ലാം ഹൈജാക്ക് ചെയ്ത് മാസങ്ങളോളം മൊസാദ് നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ സംഭവം അവസാനം US അത് എക്സിക്യൂട്ട് ചെയ്തത്. അത് നൈസായിരുന്നു. ഇതിനേക്കാൾ ടാക്ടിക്കലായിട്ടാണ് 1948 വരെ ഇസ്രായേൽ തിരിച്ചു പിടിച്ചെടുക്കുന്നത്. അതൊന്നും സത്യം പറഞ്ഞാൽ എടുത്ത് നോക്കണം നീ. ഇതിനേക്കാൾ ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അമേസ്ഡ് ആയിട്ട് തോന്നും. ഇപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നടന്നു പോകുന്നുണ്ടെങ്കിൽ ഇയാളിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം പോസ്റ്റ് ഇടുന്നതിന് വരെ 2 ആഴ്ച കൂടുമ്പോൾ ഒരു പോസ്റ്റ് ഇടുന്നതിൽ ആരും ഒന്നും പറയത്തില്ല. പക്ഷെ ഇവർ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോന്നോരോന്ന് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആൾക്കാർ കയറി അത് ചെയ്യാൻ പോകുന്നത്. അതും ചെകഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഇപ്പോൾ എല്ലാ സോഫ്റ്റ്വെയറുകളും നോർമലായിട്ട് ആക്റ്റീവ് ആയിരുന്നെങ്കിൽ മിക്കവാറും ഇത് അങ്ങനെ പോയെന്നെ. പക്ഷേ ഇതിപ്പോൾ ഒരുമാതിരി അവർ വല്ലാതെ ട്രൈ ചെയ്യുന്നുണ്ട്. മറ്റേ ഇത് കോഫി ഷോപ്പിലാണെങ്കിൽ AI ടെസ്റ്റ് നടത്തി 97% AI വീഡിയോ ആണെന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇവർ ഇങ്ങനെ കവർ ചെയ്യേണ്ട സത്യം പറഞ്ഞാൽ ഇത് ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അത് എന്തിനാണ് ഇങ്ങനെ എന്തോ ഒരു ഒളിപ്പിച്ചു വെക്കുന്നുണ്ടെന്തോ നിഗൂഢത. പുള്ളി എന്തായാലും മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പുള്ളി എവിടെ ഒളിച്ചിരിക്കാന്നാണ് എനിക്കും തോന്നുന്നത്. പുള്ളി അതുപോലെ പുള്ളി ഇസ്രായേലിലൊന്നും ഇല്ലാന്നാണ് എനിക്കും തോന്നുന്നത്. പുള്ളി വേറെ എവിടെ കണ്ടിട്ട സ്ട്രാറ്റജി പോലെയല്ല, ആരും ഒരു ട്രൈറ്റർ പോലെ പണി കൊടുത്തത് പോലെ എനിക്ക് അല്ലെങ്കിൽ എന്തിനാ പുള്ളിയെ, അതായത് ഇങ്ങനെ ഒരു നെഗറ്റീവ് സാധനം എന്തിനാ അവർ പുഷ് ചെയ്ത് വിട്ടത് മരിച്ചു എന്നുള്ള വന്നപ്പോൾ അത് നെഗറ്റീവ് ഒന്നുമല്ലല്ലോ. അത് ഓൾറെഡി അവരുടെ അജണ്ട തന്നെ, അവരുടെ ബേസിക് ടോക്കിംഗ് പോയിന്റ്സ് തന്നെ അത് തന്നെ. അവർക്ക് അതിലൊന്നും ഇല്ല. അതിനുശേഷം കുറെ പേര് അതിന് വീഡിയോ ഇട്ടു. അതായത് കുറ്റം പറഞ്ഞ ഒരുപാട് വീഡിയോ പ്രീച്ചേഴ്സ് ആയിട്ടുള്ളവർ വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഓബിയസ്ലി വീഡിയോ ഇടുന്ന അറിയായിരുന്നു കുറെ പേര് അതിന് പറയുമെന്നുള്ളത്. അപ്പൊ അത് അറിഞ്ഞോണ്ടല്ലേ അപ്പൊ ഇട്ടത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഇസ്രായേലിൽ നിന്ന് തന്നെ ആരോ പുള്ളിയെ ഫ്രെയിം ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ പുള്ളിയെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പുള്ളിയുടെ അക്കൗണ്ട് തന്നെ പോസ്റ്റ് ചെയ്തേക്കുന്ന ആ വീഡിയോ. ബട്ട് ദെൻ അവിടുന്ന് കട്ട് ചെയ്ത് ആ ഇത്രയും ഭാഗം മാത്രം കട്ട് ചെയ്ത് പുള്ളിയെ ഫ്രെയിം ചെയ്ത് വിടുന്നത് അതെന്ത് ആരാണെന്നോ അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെന്ന് എനിക്കറിയില്ല. എനിക്കിത് തോന്നുന്നതെന്ന് വെച്ചാൽ ഇത് പുള്ളി ചെയ്യുന്ന ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഇത് ഈവൻ ഈ വീഡിയോസൊക്കെ ആണെങ്കിലും പുള്ളി അല്ലെങ്കിൽ ഇതാരാ ഇറക്കുന്നത് അവരിത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോസ് ഇറക്കുന്നേ. കാരണം ഇവർ റിയാക്ട് ചെയ്യേണ്ട ഇവർക്ക് ഒരാ കാര്യമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നത് പുള്ളിക്ക് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഇതൊരു ട്രിക്കായിട്ട് എനിക്ക് തോന്നുന്നത്. ഇവരിങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ ഇറക്കി കഴിയുമ്പോൾ നാളെ ആക്ച്വലി പുള്ളി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പുള്ളിയുടെ ആക്ച്വൽ വീഡിയോസ് കിട്ടിക്കഴിയുമ്പോൾ അത് ആണോ അതെയോ പുള്ളി ഇങ്ങനത്തെ ഒരാൾ ഇവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഇത് ആണോ അല്ലയോ എന്ന് നമുക്ക് സംശയം തോന്നുന്നത്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു ജനറേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആണോ അല്ലയോ എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് മനസ്സിലായില്ല അത് എന്ന്. കാരണം അത് ഇച്ചിരി ട്രിക്കി വീഡിയോ. അത്രയും നല്ലൊരു വീഡിയോ ഇറക്കാൻ ഇന്നത്തെ ജനറേഷന് പറ്റുമെങ്കിൽ എനിക്ക് തോന്നിയ അവർ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി ഇങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് നാളെ പുള്ളി ആക്ച്വലി എവിടെയെങ്കിലും സ്പോട്ട് ആവുക, പുള്ളിയുടെ ലൊക്കേഷൻ കിട്ടുക, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പുള്ളിയുടെ വീഡിയോസ് ഇടുകയാണെങ്കിൽ അത് ആൾക്കാർക്ക് തോന്നുന്ന അതും ആണ്. പുള്ളി നാളെ അല്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികേട് കാണിക്കുവാണെങ്കിൽ ആൾക്കാർക്ക് തോന്നുന്ന അതും ആണ് എന്ന്. അങ്ങനത്തെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് തോന്നിയ അതിനു വേണ്ടിയാണ് ഇവർ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്.
കാരണം ഇപ്പോൾ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്, ഇത് AI ആണോ അല്ലയോ, AI എന്ന് കുറേ പേര് പറയുന്നുണ്ട്, അല്ല എന്ന് കുറേ പേര് പറയുന്നുണ്ട്. നാളെയും പുള്ളീൻ്റെ എന്തെങ്കിലും ഒരു വൃത്തികെട്ട വീഡിയോ ഇറങ്ങുവാണെങ്കിൽ ആൾക്കാർ ഡിബേറ്റ് ചെയ്യത്തുള്ളൂ, ആർക്കും പ്രൂവ് ചെയ്യാൻ പറ്റില്ല ഇത് പുള്ളിയുടെ ഒറിജിനൽ വീഡിയോ ആണ്. കാരണം സംബന്ധിച്ച് ഇപ്പൊ തന്നെ ഈ ഓൾ ഓഫ് സഡൻ ഇതുവരെ AI ആന്ന്, അത് ആ കോഫി ഷോപ്പിലെ വീഡിയോ ഇറങ്ങുന്നത് വരെ AI ആന്ന് പറഞ്ഞവര് പെട്ടെന്ന് ജീസസിന്റെ വീഡിയോ ഇറങ്ങിയപ്പോൾ AI അല്ല നെതന്യാഹു നാറി എന്നായി. അങ്ങനെ വീഡിയോ പോകാൻ തുടങ്ങി. കാരണം ബേസിക്കലി അത് പുള്ളി പറയുന്ന കാര്യം അല്ല, പുള്ളി സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണല്ലോ പുള്ളി പോസ്റ്റ് ചെയ്യത്തുള്ളൂ. പുള്ളി ചത്തുപോയാലും പുള്ളി അത് പറയുന്നത്, പുള്ളി ഫേക്ക് വീഡിയോ ഇറക്കിയാലും പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്നേ പുള്ളി അതിൽ പറയത്തുള്ളൂ. പക്ഷെ ഇത് എനിക്കറിഞ്ഞൂടെ ഇത്രയും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ. യൂഷ് ആക്ച്വലി ജീസസിനെ സപ്പോർട്ട് എടാ നീ ഇപ്പോഴും അവര് ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്നവരാണുള്ള ഐഡിയ ഉണ്ടെങ്കിൽ അത് വേണ്ട. അവർക്ക് ക്രിസ്ത്യാനികളെ കണ്ടു കഴിഞ്ഞാൽ പറ്റില്ല. അത് ഞാൻ പറയുക. അല്ല, എനിക്ക് ഇപ്പോഴെന്നല്ല, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അത് നിർത്തിക്കോ. കാരണം അവർക്ക് ഒരു ഇതുമില്ല ക്രിസ്ത്യാനികൾ. എനിക്ക് ഇപ്പോഴെന്നല്ല, എനിക്ക് പണ്ടേ അങ്ങനെ ചിന്തയില്ല. എനിക്കറിയാം, ബിക്കോസ് അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അതായത് അവരുടെ ഇതില് മെസ്സായ വന്നിട്ടില്ല. അതായത് ഞങ്ങൾക്ക് മെസ്സായ ക്രിസ്ത്യൻസിന് മെസ്സായ ജീസസ് വന്നു, അവർക്ക് മെസ്സായ വന്നിട്ടില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ. ജീസസ് വന്നത് മെസ്സായ അല്ല എന്നാണ് അവരുടെ ഇത്. അതെനിക്കറിയാം. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ AI ആണെങ്കിൽ ഇത്ര പെട്ടെന്ന് AI അല്ല എന്ന് എന്തുകൊണ്ട് പറയും? കാരണം എനിക്ക് അതായത് പറയാൻ ചാൻസ് ഉള്ള കാര്യമാണ് അവിടെ ആ വീഡിയോയിൽ മാത്രം വന്നിരിക്കുന്നത്. അത് പുള്ളി പറയാൻ ചാൻസ് ഉള്ള കാര്യമാണ്, പുള്ളിയുടെ വായന വീഴാൻ ചാൻസ് ഉള്ള കാര്യമാണ്. അല്ലെന്നാരും പറയാം. ഈവൻ അയാൾ AI ആണെന്ന് പറഞ്ഞു കാണിച്ച മറ്റേ അവരുടെ പ്രസ് കോൺഫറൻസ് വീഡിയോസിലെല്ലാം തന്നെ പുള്ളി അവിടെ നിന്ന് പറയുന്നത് പറയാനുള്ള കാര്യങ്ങളാണ് പുള്ളി അവിടെ നിന്ന് പറയുന്നത്, അല്ലാണ്ട് ചുമ്മാ ഇറലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. അപ്പം പുള്ളിക്ക് പറയാനുള്ള അതുപോലെ തന്നെ ആയിരിക്കും ഇതും. പക്ഷെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതിപ്പോ AI ആണെങ്കിലും അല്ലെങ്കിലും പുള്ളി പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെ 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 മരിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോ പുള്ളി അല്ലല്ലോ പറഞ്ഞത്. പുള്ളി മരിക്കാൻ പറയുന്നതായിരിക്കും. അല്ല, ഇവൻ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. കാരണം അത്രയും ത്രെട്ടാണല്ലോ പുള്ളിക്ക് തലയ്ക്ക് മേളില്. അപ്പോ ഇറാൻ ആണെങ്കിൽ ഒരുമാതിരി വെകിളി വിളിച്ചാൽ അവിടെ എല്ലായിടത്തും കൊണ്ട് ബോംബിട്ട് കളിക്കുക, നാളെ ഒരെണ്ണം കൊണ്ട് ഇയാളുടെ തലയുടെ മുകളിൽ ഇടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പുള്ളി ഇസ്രായേലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ഇസ്രായേലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പുള്ളി മിക്കവാറും വൈറ്റ് ഹൗസിൽ കാണുന്നു. അല്ല, ജർമ്മനിയിൽ പുള്ളിയുടെ മറ്റേ പ്ലെയിൻ സ്പോട്ട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ഈ വാർ തുടങ്ങുന്ന സമയം പുള്ളിയുടെ ഒരു പേഴ്സണൽ പ്ലെയിൻ ഉണ്ട്, പുള്ളി അത് ജർമ്മനിയിൽ നിന്നാണ്ട് പോയി ലാൻഡ് ചെയ്തത്. ഇപ്പൊ വേണമെങ്കിൽ അവരെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ചുമ്മാ ഒരു പ്ലെയിൻ വേണം, അതൊരു പറപ്പിച്ചു വിടാം. കാലി പ്ലെയിൻ ആയിരിക്കും. കാലി പ്ലെയിൻ പോയാലും മതിയല്ലോ. പുള്ളി എന്നിട്ട് ഇവിടെ ട്രംപിന്റെ കൂടെ ഉണ്ട്. പുള്ളി ജെഫ്രി എപ്സ്റ്റീൻ എല്ലാവരും അവിടെ ചില്ലിയായിരിക്കും. എനിക്ക് തോന്നുന്നത്, എനിക്ക് യു എസ് നമ്മുടെ ഇവൻ ഇസ്രായേലും എനിക്കൊന്ന് വൃത്തിയായിട്ട് ചെയ്യാതെ ഇറാൻ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിംഗ്. അവരുടെ ഇൻസ്റ്റാഗ്രാം ചില പേജുകളുണ്ട്, അവരെടുക്കുന്ന ഈ AI വീഡിയോസ് ഒക്കെ എത്ര അടിപൊളിയാണെന്നുണ്ട്. ഇവൻ ആ ഒരു എല്ലാ സംഭവം ഇപ്പോൾ ഇവൻ ഈ നെതന്യാഹുവിന്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നെതന്യാഹു മരിച്ചു എന്നുള്ളത് ഇപ്പം നമ്മൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫീഡിൽ കയറി വരുന്ന മാത്രമല്ല കാര്യം, നമുക്ക് ട്വിറ്ററിൽ ഓപ്ഷൻ ഉണ്ട് സെർച്ച് ചെയ്തിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് കാണാനായിട്ട് 3 സെക്കൻഡൊക്കെ 6 സെക്കൻഡൊക്കെ 9 സെക്കൻഡൊക്കെ അങ്ങനെ ആൾക്കാരെ പോസ്റ്റ് ചെയ്യുന്നതെല്ലാം കാണാൻ പറ്റും. അതിൽ ഇറാൻ ചെയ്യുന്ന മാർക്കറ്റിംഗ് വേറെ ലെവലാണ്. നെതന്യാഹു മരിച്ചാണെങ്കിലും ഈ നെതന്യാഹുവിൻ്റെ സംഭവങ്ങളാണെങ്കിലും ഇറാനിൽ നിന്നുള്ള ഓരോ പേജുകളും സംഭവം ഇടുന്ന AI വീഡിയോസ്, ആ ഒരു സ്കൂളിലിട്ട ബോംബ് സംഭവങ്ങളും ചെയ്ത് അവർ ചെയ്ത മാർക്കറ്റിംഗ് US സംഭവം അത്രയും ട്രക്കൂണിയായിട്ട് കാണിച്ചപ്പോൾ ഇവ ഞാനൊരു AI വീഡിയോ കണ്ടു, നെതന്യാഹുവും ട്രംപും ഇരുന്നിട്ട് മറ്റേ നമ്മുടെ ആ കാലിനെ വർഷിപ്പ് ചെയ്യുന്നത്. അതൊക്കെ ഉള്ളതല്ലേ, ഒറിജിനൽ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇത്രയും ചെയ്യുന്നുണ്ട്. പക്ഷെ നേരെ തിരിച്ച് ഇവർക്കും സത്യം പറഞ്ഞ US കുറച്ച് ഒരു 500 ഒരു റൂമിൽ ഒരു 500 സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്തിരുന്നിട്ട് നിങ്ങളും തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ അതിനുള്ളതൊന്നും ഇല്ല അവർക്ക്. US അതിനുള്ളതൊന്നും ഇല്ല. എന്താ പറയാനുള്ളത്? എന്തെങ്കിലും വിജയമുണ്ട് ഇവർക്ക്? പറയാനില്ലാത്തവർക്കാണെങ്കിലും ചെയ്യാൻ എന്തെങ്കിലും കാണും. ഇവർ ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇറാനെ തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബട്ട് ഈ വാറിലവർക്കൊന്നും ഇല്ല, നഷ്ടം മാത്രമേ ഉള്ളൂ. ഈ ഓൺലൈൻ വാറിൽ അവർ ജയിക്കുന്നില്ല. ഓൺലൈൻ വാറിൽ ജയിക്കില്ല. കാരണം US പറഞ്ഞിരിക്കാൻ ഒന്നുമില്ല. നല്ലൊരു പോയിന്റ് ഉണ്ടോ? എന്തെങ്കിലും വിജയമുണ്ടോ? തോൽവി മാത്രമേ ഉള്ളൂ, അടിക്കടി തോൽവി. പറഞ്ഞിട്ടുണ്ട് കാര്യം പറഞ്ഞ ഇപ്പൊ ചില സംഭവങ്ങളൊക്കെ അവർക്ക് കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യാവുന്ന സംഭവങ്ങളുണ്ട്. അല്ല, ചിലപ്പോൾ ഇപ്പം പറഞ്ഞായിരിക്കും പുള്ളി ചിലപ്പോൾ ഒളിച്ചിട്ട് ഇട്ടിട്ട് ചില്ല് ചെയ്യുമായിരിക്കും. പുള്ളി ജെഫ്രി എപ്സ്റ്റീൻ എല്ലാവരും എപ്സ്റ്റീൻ ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. അത് നീ എന്റെ സ്ക്രീൻ ഷെയർ തന്നെ കാണാൻ പറ്റും. ഓക്കെ. പുള്ളിനെ ബീഹാറിൽ സ്പോട്ട് ചെയ്തു. ബീഹാറിലല്ല, നേപ്പാളില്. ക്യാപ്ഷൻ വായിക്കേണ്ടി വരും. ഇതിനകത്ത് വന്നിട്ടില്ല. Sons and daughters don't listen, it's not our fault. Whoever today is on Iran soil speak the same thing as the enemy. Under them is Tel Aviv, their head is Netanyahu. A bullet has been issued for them. No one has spoken more honestly than me. We don't want to kill your child because they are ignorant. Fathers and mothers, if your son and daughters don't listen, it's not our fault. Whoever today on Iran soil speaks the same thing as the enemy.
വീണ്ടും ലൂപ്പിൽ വരിക. ബട്ട് ബേസിക്കലി ഈ വീഡിയോ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇതൊക്കെ അവർക്ക് യുഎസിന് സത്യം പറഞ്ഞാൽ ട്രംപിന് വേണമെങ്കിൽ ഒരു ദിവസം പോഡിയത്തിരുന്ന് സംസാരിക്കുമ്പോൾ ഈ വീഡിയോസ് ആയിട്ട് പ്ലേ ചെയ്യാം. ബട്ട് ഇതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുഎസിൻ്റെ ഒഫീഷ്യൽ അവരുടെ അനൗൺസ്മെൻ്റ് ആണ്, ഇറാനിലെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ആണ് വരുന്നത്. ഈ കൺട്രിയിൽ ഇത് ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയുകയാണ്, ആരെങ്കിലും എനിമിയുടെ സംഭവം ഇവിടെ വാതുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തലയ്ക്കുള്ളിൽ നെതന്യാഹു മണ്ണിനടിയിൽ തെളിവുമാണ്. അവർക്ക് വേണ്ടി ഒരു ബുള്ളറ്റ് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പേരൻസിനോട് പറയുവാണ്, നിങ്ങളുടെ പിള്ളേർ മരിക്കണമെങ്കിൽ അഗൈൻ അത് ഞങ്ങൾക്ക് കൊല്ലണമെന്ന് ആഗ്രഹമില്ല, ബട്ട് ഇതിന് അവർ തന്നെ പറയുവാണെങ്കിൽ അവരുടെ ബുള്ളറ്റ് അവരുടെ തലയിൽ കയറുന്നു. ഇത്രയും ക്ലിയർ ആയിട്ട് പറയുകയാണ്. അപ്പോൾ അത് പറയുന്ന സംഭവമൊക്കെ ഒന്ന് എടുത്ത് എത്ര പേര് കാണിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഈ വീഡിയോ കണ്ടുപിടിക്കാൻ കുറേ കഷ്ടപ്പെട്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ അവർക്ക് അടിപൊളിയായിട്ട് മാർക്കറ്റ് ചെയ്യാന്നുള്ളൂ. ബട്ട് ഇതിന് ആരും ചെയ്യുന്നില്ല. എല്ലാ ഇപ്പം ഇവൻ ചുമ്മാ ഇപ്പോൾ എക്സിൽ ഇറാൻ യുഎസ് അടിക്കുവാണെങ്കിൽ അവസാനം വരുന്ന എല്ലാ പോസ്റ്റുകളും എല്ലാം ഇസ്രായേലിനും യുഎസിനും എതിരാ. കുറേ ഉണ്ട് ഇസ്രായേലും യുഎസിനും എതിരെ. പക്ഷെ അതിനൊപ്പം തന്നെ ഇവർക്ക് എഗെയിൻസ്റ്റ് ഇസ്രായേലി ഈ ഒരു ഓൺലൈൻ വാർ ജയിച്ചില്ലെങ്കിൽ ആൾക്കാർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വാറിൻ്റെ നറേറ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവം അണ്ടർ ഡോഗ്സ് ആയിട്ടുള്ള ഇറാനെ യുഎസ് തട്ടി എന്നുള്ള സംഭവം വരും. അഗെയിൻ നെതന്യാഹു മരിച്ചോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങൾ എൻ്റെ മമ്മിയെ കാണുന്നുണ്ടെങ്കിൽ അമ്മയെ കാണുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് എന്താ തോന്നുന്നത്? നെതന്യാഹു മരിച്ചോ ഇല്ലയോ? അത്രയും ചാമിങ് ആയിട്ടുള്ള ആള് എന്ത് പറ്റി? ഓൾ നെതന്യാഹു ലവേഴ്സ് കമന്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.